ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 5804 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6201 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.97%. ജമ്മുകശ്മീരിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ 3 സൈനികർക്കും ഒരു ബിഎസ്എഫ് ജവാനും വീരമൃത്യു. ശബരിമലയിൽ ആദ്യ 2 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ദർശനത്തിനെത്താത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായി കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കോടിയേരി ബാലകൃഷ്ണൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. എ വിജയരാഘവന് താൽക്കാലിക ചുമതല. നന്മയുടെ പ്രകാശം പകർന്ന് നാളെ ദീപാവലി. എല്ലാ മലയാളികൾക്കും സംസ്ഥാന ഗവർണറും മുഖ്യമന്ത്രിയും ദീപാവലി ആശംസകൾ നേർന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 5804 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6201 പേർ രോഗമുക്തി നേടി. 26 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58,221 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കോഴിക്കോട്, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ളത്. സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.97%. 77,390 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 4,34,000-ലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 1,822 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത് 4,84,000-ഓളം രോഗികൾ മാത്രം. 81 ലക്ഷത്തിലേറെ പേർ രോഗമുക്തി നേടി. 93% കോവിഡ് മുക്തി നിരക്ക്. കഴിഞ്ഞ ദിവസം 44,874 പേർക്കുകൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 87 ലക്ഷം പിന്നിട്ടു. 1,28,000-ലേറെ പേർ ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. 1.47% മരണനിരക്ക്. ജമ്മുകശ്മീരിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ 3 സൈനികർക്കും ഒരു ബിഎസ്എഫ് ജവാനും വീരമൃത്യു. 3 ഗ്രാമവാസികളും പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു. 7ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടതായും 12ഓളം പേർക്ക് പരിക്കേറ്റതായുമാണ് റിപ്പോർട്ട്. മേഖലയിൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. ബരാമുള്ള ജില്ലയിലെ ധവാർ മേഖലയിലാണ് ഏകപക്ഷീയമായി പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയത്. ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്തവരിൽ ദർശനത്തിനെത്താത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. പൂർണ്ണമായും വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെയായിരിക്കും പ്രവേശനം. സാമൂഹ്യ അകലം പാലിച്ച് ദർശനത്തിന് തീർത്ഥാടകരെ ക്രമീകരിക്കും. ഇതിനായി ഓരോ തീർത്ഥാടകർക്കും സ്ഥലം അടയാളപ്പെടുത്തി നൽകും. 60നും 65നും മധ്യേ പ്രായമുള്ളവർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണം. കോവിഡ്-19 രോഗികൾ തീർത്ഥാടനത്തിന് എത്താത്ത സാഹചര്യം ഉറപ്പുവരുത്തും. തീർത്ഥാടകർ 24 മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. കോടിയേരി ബാലകൃഷ്ണൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. എ വിജയരാഘവനാണ് താൽക്കാലിക ചുമതല. തുടർ ചികിത്സയ്ക്കായി അവധി അനുവദിക്കണമെന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു. തിന്മയുടെ മേൽ നന്മയുടെ വിജയം കൈവരിച്ചതിന്റെ സ്മരണ പുതുക്കി നാളെ ദീപാവലി. ദീപം തെളിയിച്ചും മധുരം വിളമ്പിയും പടക്കം പൊട്ടിച്ചും രാജ്യമൊട്ടാകെ ദീപാവലി ആഘോഷിക്കുകയാണ്. ഒരു റിപ്പോർട്ട്. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെയാണ് ഇക്കുറി ദീപാവലിയുടെ കടന്നുവരവ്. ആഘോഷങ്ങൾ വീടുകൾക്കുള്ളിലേക്ക് ഒതുക്കിയുള്ള ദീപാവലിയായതിനാൽ വിപണിയിൽ സാധാരണയുള്ളത്ര ഉണർവ് ഇത്തവണ പ്രകടമാകുന്നില്ല. എന്നാൽ ഓൺലൈൻ വിപണിക്ക് ദീപാവലി വലിയ തോതിലുള്ള ഉണർവേകുന്നുണ്ട്. പടക്കങ്ങൾ പൊട്ടിക്കുന്നതിലെ അന്തരീക്ഷ മലിനീകരണ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ഇക്കുറി പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 8 മണി മുതൽ 10 മണി വരെ മാത്രമേ പടക്കങ്ങൾ പൊട്ടിക്കാൻ അനുവാദമുള്ളൂ. വായുമലിനീകരണം കുറഞ്ഞ ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കുവാൻ പാടുള്ളൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റുള്ളവയെ അപേക്ഷിച്ച് ഇവയ്ക്ക് വായുമലിനീകരണ തോത് 30%-ഓളം കുറവാണ്. ഡൽഹി, രാജസ്ഥാൻ, ഒഡീഷ തുടങ്ങി വായുമലിനീകരണം രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ ഇക്കുറി പടക്കം പൊട്ടിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ദീപാവലി ആഘോഷങ്ങൾ രാജ്യത്ത് തുടരുമ്പോഴും കോവിഡ് മഹാമാരിക്കായുള്ള കൂടിച്ചേരലുകൾ രോഗത്തിന്റെ വ്യാപന സാധ്യത ഉയർത്തുമോ എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദീപാവലി ആശംസകൾ നേർന്നു.
ദീപങ്ങളുടെ ഈ ആഘോഷവേളയിൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അറിവിന്റെയും കരുണയുടെയും ഒരുമയുടെയും ദിവ്യപ്രകാശം പ്രതിഫലിക്കട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു. എല്ലാ മലയാളികൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീപാവലി ആശംസകൾ നേർന്നു. മനുഷ്യത്വത്തിന്റെ പ്രകാശനവേളയാക്കി ദീപാവലിയെ മാറ്റാൻ സാധിക്കട്ടെയെന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ രണ്ടാം ദിനമായ ഇന്നും നിരവധി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ആദ്യ ദിവസമായ ഇന്നലെ 72 പത്രികകളാണ് സംസ്ഥാനത്താകെ സമർപ്പിക്കപ്പെട്ടത്. ഈ മാസം 19 വരെ പ്രവൃത്തി ദിവസങ്ങളിൽ പകൽ 11 മുതൽ 3 വരെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പത്രിക സമർപ്പിക്കാം. 20-നാണ് സൂക്ഷ്മ പരിശോധന. 23 വരെ പത്രിക പിൻവലിക്കാം. അടുത്ത മാസം 8, 10, 14 തീയതികളിൽ 3 ഘട്ടമായാണ് വോട്ടെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കളക്ടറേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. പൊതുജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വരണാധികാരികൾ, ഉപവരണാധികാരികൾ, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവർക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംശയ നിവാരണം നടത്തുന്നതിന് ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെടാം. കോവിഡ് കാലത്ത് പ്രമേഹ രോഗികൾ ഏറെ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ലോക പ്രമേഹ ദിനം നാളെ കടന്നുവരാനിരിക്കെയാണ് ഈ ഓർമ്മപ്പെടുത്തൽ. പ്രമേഹ രോഗ നിയന്ത്രണത്തിൽ നഴ്സുമാരുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നഴ്സുമാർക്ക് മാറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് ഈ വർഷത്തെ പ്രമേഹ ദിന സന്ദേശം. പ്രമേഹമുള്ളവർക്ക് കോവിഡ് ബാധയുണ്ടായാൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ വ്യതിയാനമുണ്ടാകുന്നത് കൊണ്ട് പ്രമേഹ രോഗത്തിന്റെ സങ്കീർണതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് പ്രത്യേക ജാഗ്രത ആവശ്യമായിത്തീരുന്നത്. പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് ബസ് കൊച്ചിയിൽ സർവീസ് ആരംഭിച്ചു. വൈറ്റില റൂട്ടിലാണ് ആദ്യ സർവീസ് തുടങ്ങിയത്. വൈറ്റില ഹബ്ബിൽ നടന്ന ചടങ്ങിൽ കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സിഇഒ ജാഫർ മാലിക് ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനുള്ള ക്രിയാത്മക നടപടിയായി കൊച്ചി സ്മാർട്ട് ബസ് കൺസോർഷ്യമാണ് ബസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അനുമതി ലഭിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത്. ശിവശങ്കർ ഇപ്പോൾ കൊച്ചി കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. അതേസമയം ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിജിലൻസും ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി കോടതിയെ സമീപിക്കും. പൊതുപ്രവർത്തകയെ അപമാനിച്ച കേസിൽ സിനിമാ താരം വിനായകന് കൽപ്പറ്റ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. പ്രോഗ്രാം ഉദ്ഘാടനത്തിന് ക്ഷണിച്ച പൊതുപ്രവർത്തകയോട് മോശം പരാമർശം നടത്തിയതായാണ് വിനായകനെതിരായ കേസ്. തേക്കടിയിലേക്ക് വിനോദസഞ്ചാരികൾക്ക് ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. തേക്കടിയിൽ സഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്തി. ബോട്ട് സർവീസുകളുടെ എണ്ണം 2-ൽ നിന്ന് 3 ഉയർത്തി. രാവിലെ 6 മുതൽ സഞ്ചാരികൾക്ക് തേക്കടിയിലേക്ക് പ്രവേശനം അനുവദിക്കും. രാവിലെ 9:30-നും 11:15-നും വൈകിട്ട് 3:30-നും ബോട്ട് സർവീസുകൾ ഉണ്ടാകും. 9:30-നും 3:30-നുമുള്ള ബോട്ട് സർവീസുകൾ മുമ്പ് പുനരാരംഭിച്ചിരുന്നു. എന്നാൽ ബോട്ട് യാത്രയ്ക്ക് എത്തുന്നവരെ മാത്രമാണ് ചെക്ക് പോസ്റ്റിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടിരുന്നത്. ഈ നിയന്ത്രണത്തിൽ ഇളവ് അനുവദിച്ചു. മുമ്പുണ്ടായിരുന്നതുപോലെ സഞ്ചാരികൾക്ക് തേക്കടി സന്ദർശിക്കാം. തേക്കടിയിൽ നടത്തിവന്നിരുന്ന ഇക്കോ ടൂറിസം പരിപാടികളും പുനരാരംഭിച്ചു. കോഴിക്കോട് ബേപ്പൂർ ബീച്ചുകളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സന്ദർശകർക്ക് പ്രവേശനമുണ്ടായിരിക്കില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോവിഡ് പ്രതിരോധ മാർഗ്ഗങ്ങൾ പാലിക്കാതെ ആളുകൾ എത്തുന്നത് രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നിരോധിച്ചത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയ 2 പേരിൽ നിന്നായി 83 ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചെടുത്തു. കോഴിക്കോട് സ്വദേശി ഇസ്മയിൽ, കർണാടക സ്വദേശി റയാൻ ഹസൻ എന്നിവരിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ദുബായിൽ നിന്നും എത്തിയവരായിരുന്നു ഇവർ. ഇന്ന് രാവിലെ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ച ഓഹരി സൂചികകൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 85.81 പോയിന്റ് ഉയർന്ന് 43,443-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 29.2 പോയിന്റ് വർദ്ധിച്ച് 12,720-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപ വർദ്ധിച്ച് 37,960-ഉം ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 4,745-ഉമാണ് ഇന്നത്തെ വില. കോവിഡിന് ശേഷമുള്ള ആദ്യ രാജ്യാന്തര പര്യടനത്തിനായി വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയിലെത്തി.
3 ട്വന്റി മത്സരങ്ങളും 3 ഏകദിനങ്ങളും 4 ടെസ്റ്റ് മത്സരങ്ങളുമാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ട്വന്റി മത്സരം ഈ മാസം 27-നാണ് നടക്കുക. 14 ദിവസത്തെ ക്വാറന്റൈനൊപ്പം പരിശീലനവും തുടരാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 5804 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6201 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.97%. ജമ്മുകശ്മീരിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ 3 സൈനികർക്കും ഒരു BSF ജവാനും വീരമൃത്യു. ശബരിമലയിൽ ആദ്യ 2 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ദർശനത്തിനെത്താത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായി കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. A. വിജയരാഘവന് താൽക്കാലിക ചുമതല. നന്മയുടെ പ്രകാശം പകർന്ന് നാളെ ദീപാവലി. എല്ലാ മലയാളികൾക്കും സംസ്ഥാന ഗവർണറും മുഖ്യമന്ത്രിയും ദീപാവലി ആശംസകൾ നേർന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.